ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ ഞാൻ വൻപയർ മത്തങ്ങാക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച വൻപയറും അതിനകത്ത് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ കുക്കറിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമുക്ക് മത്തങ്ങാക്കറി ഉണ്ടാക്കാം. ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യത്തിന് വെള്ളവും വയ്ക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. ഞാനത് വിട്ടുപോയതാണ്. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ഇതിനാവശ്യമായ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അല്പം ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമായ തേങ്ങയും മഞ്ഞൾപ്പൊടി. ഇതിനകത്തൊരു പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമായ തേങ്ങ, നമുക്ക് എത്ര വേണോ അത്രയും തേങ്ങ. നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. പയറും ഇത് വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ലോണം അത് ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ വറുക്കാനുള്ള ഒരു പിടി തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അവിടെ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കാനാണ്. കടുവറുത്ത് ഒഴിക്കണം. ഇത് ഒന്ന് വറുത്തിട്ട് നമുക്ക് കടുവറുത്തൊഴിക്കാം. തേങ്ങ ഒരു പിടിയേ ഉള്ളൂ. ചുമന്ന് വന്നാൽ മതി. ഇത് ചുമന്നിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്ത് മത്തങ്ങാക്കറിയിലോട്ട് ചേർക്കാം. ഇവിടെ മത്തങ്ങാക്കറിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും കൂടെ വറുത്തൊഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് 2 ഉലുവ, പിന്നെ ചെറിയ ഉള്ളി, കടുകുത്തി ചെറിയ ഉള്ളി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം കടുക് വറുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. കടുകൊക്കെ നന്നായിട്ട് മൂപ്പിക്കാം. നമുക്കിനി മുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂക്കട്ടെ, നല്ല മണം വരണം. ഇത് മൂത്തിട്ടുണ്ട്. നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റും മണവും എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ വറുത്തതും ഈ കടുക് വറുത്തതും കൂടെ ഒഴിക്കുമ്പോൾ കറിക്ക് പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റുമാണ്. ഇത് എനിക്ക് നാടൻ കറികളോടാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതൊക്കെയാണ് കൂടുതൽ വയ്ക്കാറുള്ളത്. അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് വച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് വൻപയർ മത്തങ്ങ കറിയാണ് ഒഴിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. ഇവിടെ മത്തങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇവിടെ മത്തങ്ങാക്കറി റെഡിയാണ്.